തൊഴിലാളികൾക്ക് ശമ്പളം നിഷേധിച്ചുകൊണ്ട് അവരുടെ ഓണത്തെ വറുതിയിലാക്കുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിലക്കയറ്റം വലിയ രൂക്ഷമായി നിൽക്കുന്നു. മാത്രമല്ല കശുവണ്ടി പരിപ്പ് ഓണക്കിറ്റിൽ നിന്ന് ഒഴിവാക്കുക വഴി എന്തൊക്കെ ദ്രോഹമാണ് ആ മേഖലയിലെ തൊഴിലാളികളോട് ഈ സർക്കാർ ചെയ്യുന്നതെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. കമലേഷ് തുടരും. ഇപ്പോൾ രാജ്കുമാർ കൂടി ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. രാജ്കുമാർ, കൊല്ലം കശുവണ്ടി മേഖലയുടെ കേന്ദ്രമാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതായത് ഈ കശുവണ്ടി ഓണക്കിറ്റിൽ നിന്നും ഒഴിവാക്കുന്നത്, അതൊരു ഐറ്റം ഒഴിവാകുന്നു എന്ന് മാത്രമല്ല, എന്ത് ദ്രോഹമാണ് അതുവഴി സർക്കാർ ചെയ്യുന്നത്? കഴിഞ്ഞ 5 വർഷം 2020-ലും 2021-ലും 2021-ലും 2022-ലും ആദ്യം 86 ലക്ഷം കിറ്റ്, അതിനുശേഷം 2022-ൽ 93 ലക്ഷം കിറ്റ്. ഇത്രയും കിറ്റുകൾ അന്നത്തെ പ്രത്യേകിച്ച് കേരളത്തിന്റെ സാഹചര്യത്തിലാണ് വീട്ടിലെല്ലാവർക്കും റേഷൻ കാർഡ് വഴി ഉടമകൾക്കെല്ലാം ഈ കിറ്റ് നൽകിയത്. അതേസമയം 2023 മുതൽ 26 വരെ 6 ലക്ഷം കിറ്റുകൾ വീതം BPL കുടുംബങ്ങൾക്ക് നൽകുന്നതിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനത്തിലെത്തി. ഇത് ഈ പറയുന്ന 5 വർഷവും ഈ കിറ്റിനകത്ത് ഈ കാഷ്യൂ കോർപ്പറേഷന്റെയും കാപെക്സിന്റെയും ഏതാണ്ട് 970 ടൺ കശുവണ്ടി പരിപ്പ് ഉൾപ്പെടുത്തിയിരുന്നു. 100 കോടിയിലധികം സർക്കാർ ചെലവഴിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ആ മേഖലയെ താങ്ങി നിർത്തി ഓണക്കാലത്ത് അവർക്ക് തൊഴിൽ നൽകി എല്ലാ നിലയിലും തൊഴിലാളികളെ ചേർത്ത് നിർത്തുന്ന ഇതിന്റെ പിന്നാമ്പുറവരുണ്ട്, ഒരു ഹിസ്റ്ററി കൂടിയുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ 1.5 വർഷക്കാലം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കാഷ്യൂ കോർപ്പറേഷന്റെ 30-ലധികം ഫാക്ടറികളും കാപെക്സിന്റെയും അത്രയും ഫാക്ടറികളും അടച്ചുപൂട്ടിയിട്ടേക്കുന്ന, കാപെക്സിന്റെ ചില ഫാക്ടറികൾ പ്രവർത്തിച്ചെങ്കിലും കാഷ്യൂ കോർപ്പറേഷന്റെ പൂർണ്ണമായും അടച്ച നിലയിലായിരുന്നു. ഏതാണ്ട് 2.5 ലക്ഷം തൊഴിലാളികൾ പട്ടിണിയിലായിരുന്നു. അവരൊക്കെ മറ്റ് ജോലികളിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി. പിന്നീട് ഈ 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഈ ഫാക്ടറികളെല്ലാം തുറന്നതും നല്ല നിലയിൽ അത് പ്രവർത്തിച്ച് കൊണ്ടുവന്നത്. ഈ കഴിഞ്ഞ 10 വർഷം അങ്ങനെ തന്നെ കൊണ്ടുപോയി. കഴിഞ്ഞ 5 കൊല്ലമാണ് ഒരു പ്രത്യേകിച്ചൊരു തീരുമാനം. കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ അദ്ദേഹം ആണ് ഇതിലൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് സർക്കാരിന് കത്തെഴുതി അഭ്യർത്ഥന അതിന്റെ പുറകെ നടന്ന് ഗവൺമെന്റിനെ കൊണ്ട് ഈ കശുവണ്ടി തൊഴിലാളികളെ നമ്മൾ ഈ നിലയിൽ മാത്രം സംരക്ഷിച്ചാൽ പോരാ, പരിപ്പ് കൂടി ഇതിനകത്ത് ഓണക്കിറ്റിൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ആ ഒരു വരുമാനം ഈ മേഖലയ്ക്ക് കിട്ടും. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഒരു ശക്തി പകരും. അത് അല്ലാത്ത നിലയിൽ പണം മാത്രമല്ല, ഇങ്ങനെ ഒരു വിപണി കൂടി അതിനകത്ത് കണ്ടെത്താൻ കഴിയണം. ഇന്നലെ നമ്മൾ സംസാരിച്ച കശുവണ്ടി തൊഴിലാളി അവർ പറഞ്ഞത്, അനീഷ അവർ പറഞ്ഞത്, തന്റെ വീടിന്റെ അയൽവാസികൾ അവരെല്ലാം ഈ ഓണക്കിറ്റ് തുറന്ന് കാഷ്യൂ കോർപ്പറേഷന്റെ മുദ്രയുള്ള അല്ലെങ്കിൽ കാപെക്സിന്റെ മുദ്രയുള്ള ആ ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല 1ാം തരം ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ക്വാളിറ്റിയിലുള്ള പരിപ്പ് അവരത് ഉപയോഗിക്കുമ്പോൾ കഴിക്കുമ്പോൾ ഇവർക്കൊരു അഭിമാനം തോന്നി. ആ അഭിമാനത്തിലാണ് ഇപ്പോൾ ക്ഷതമേറ്റിരിക്കുന്നത്. തൊഴിലാളികളെ പൂർണ്ണമായി ഒഴിവാക്കി. ഇന്ന് അല്പം മുമ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയെ ഞാൻ കണ്ടു. അവർ പറഞ്ഞത് ഒഴിവാക്കിയത് താൻ അറിഞ്ഞിരുന്നില്ല, തനിക്കറിയില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കാം, എന്നാലും ഞങ്ങളത് കശുവണ്ടി തൊഴിലാളികളെ സംരക്ഷിക്കും എന്നൊരു പതിവ് ഡയലോഗ് കാച്ചി. അതേസമയം പ്രേമേന്ദ്രൻ MP അദ്ദേഹത്തെ ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞത് അത് ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും, ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും, സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും, അതിന് തന്റെ ഭാഗത്ത് അങ്ങനെ നീക്കം നടത്തുമെന്ന് പറഞ്ഞ് അദ്ദേഹവും ഒഴിഞ്ഞുമാറി. അതായത് ഈ കഴിഞ്ഞ 10 കൊല്ലവും കശുവണ്ടി തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാർ സംരക്ഷണം ഒരുക്കുന്നില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളുകളാണ് ഈ പറഞ്ഞ ഇപ്പൊ അല്പം മുമ്പ് സംസാരിച്ച ഈ മന്ത്രി തൊഴിൽ മന്ത്രി കൂടിയായ ബിന്ദു കൃഷ്ണ. അവരുൾപ്പെടെ അവരൊരു കശുവണ്ടി തൊഴിലാളിയുടെ മകളാണ്. അതേപോലെ തന്നെ UTUCയുടെ കശുവണ്ടി മേഖലയിലെ തൊഴിലാളി നേതാവ് കൂടിയാണ് NK പ്രേമചന്ദ്രൻ. അവർക്കും കശുവണ്ടി വകുപ്പും അവരാണ് RSPയാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ടാണ് ഈ ഒരു ദുർഗതി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും